രാഹുൽ ഈശ്വർ ഇന്നത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 18 പരാതികൾ എത്തി. താങ്കൾ ആദ്യത്തെ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ വെറും വെളിപ്പെടുത്തലുകൾ മാത്രമാണ്, പരാതിയില്ലല്ലോ എന്ന്. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് പോലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ല എന്ന് വ്യക്തമാണല്ലോ. നേരത്തെ സോണിയ മൽഹാർ തത്സമയം പ്രൈം ഡിബേറ്റിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പോലീസിന് മുന്നിൽ എന്നാണ്. വെറുതെ പറയുന്ന കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ കണക്കാക്കാൻ കഴിയില്ലല്ലോ ഇതൊന്നും. ഇവർ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഒരു വേദിയില്ലായിരുന്നു, അതുകൊണ്ട് മാറി നിന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ധൈര്യം വന്നിരിക്കുകയാണ് ശ്രീ രാഹുൽ. അല്ല ശ്രീ മഞ്ജുഷ്, ആദ്യം തന്നെ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ജോസ് തോമസ് സാറ് അല്ലെങ്കിൽ ശ്രീ വിനു അല്ലെങ്കിൽ ശ്രീമതി ശിവാനി അടക്കം എത്ര സെൻസിറ്റീവ് ആയിട്ടാണ് അവർ ഈ കാര്യങ്ങളെ സമീപിച്ചത്, അതിന് എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. അതായത് ഈ ഇരുവശത്തും സത്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കയ്യടിക്ക് വേണ്ടി ഞങ്ങൾ സ്ത്രീപക്ഷം മാത്രമാണ് എന്ന് പറഞ്ഞ് കയ്യടിക്ക് വേണ്ടി ശ്രമിക്കുകയല്ല. ഒരുപാട് ജെനുവിൻ പരാതികളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ വ്യാജ പരാതികൾ ഉണ്ടെങ്കിൽ അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. ശ്രീ പൃഥ്വിരാജിന്റെ നിലപാടും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? വ്യാജ പരാതി ഉണ്ടെങ്കിൽ അത് കൊടുത്തവരും അനുഭവിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കടത്തിക്കൂടെ പറയുകയുണ്ടായി, അത് കൊടുത്തവരും കൂടി അനുഭവിക്കണം. ഇത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ശ്രീ മഞ്ജുഷും ഞാനൊക്കെ എത്രയോ ദിവസമായി തർക്കിക്കുന്നു. ആദ്യ ദിവസം പരാതി ഇല്ല എന്ന കേസെടുക്കണമെന്നായിരുന്നു പലരുടെയും നിലപാട്. പരാതികൾ ഉണ്ടാകണം, യാതൊരു സംശയവുമില്ല. ഇനി പരാതി മാത്രം മതിയോ? ശ്രീ സിദ്ദിഖ് കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ് പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട്, കോടതിയിലേക്ക് സമീപിച്ചിട്ടുണ്ട്. ശ്രീ രഞ്ജിത്ത് നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം. ഇതിന്റെ സത്യം അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നടപടിയും വേണം. ഇത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. കാര്യം ഇവരുടെ എല്ലാം സിനിമയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു ഈ വർഷം. 1000 കോടിയിലധികം കളക്ട് ചെയ്തു. നമ്മുടെ സഹോദര സിനിമകളായ തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്തപ്പോൾ മലയാള സിനിമ ബൂമിംഗ് ആയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളും വിവാദങ്ങളും ഒക്കെ സംഭവിച്ചു. ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം ഈ വാതുവെപ്പ് വിവാദത്തിൽ ആടിയുലഞ്ഞ് തിരിച്ചു വന്നതുപോലെ, ശക്തമായി തിരിച്ചു വന്നതുപോലെ നമ്മുടെ മലയാള സിനിമ ഈ വർഷവും അടുത്ത വർഷവും അതിശക്തമായ കംബാക്ക് നടത്തണം, തിരിച്ചുവരവ് നടത്തണം. മലയാള സിനിമ കംബാക്ക് നടത്തണോ, മലയാള സിനിമയ്ക്ക് കളക്ഷൻ റെക്കോർഡ് ഉണ്ടാകണോ എന്നതല്ല വിഷയം. ഇവിടെ മലയാള സിനിമയിൽ ഈ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്ത ഈ വിഷയമുണ്ടല്ലോ, അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വിഷയം നേരത്തെ മഞ്ജുഷ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊക്കെ വെറും വെളിപ്പെടുത്തലല്ലേ? ഇതൊന്നും വെളിപ്പെടുത്തലല്ല, ഇതൊക്കെ ആരോപണമാണ്. ലീഗൽ ഭാഷയിൽ ഇത് റെവലേഷൻസ് ഞാനല്ലോ ചോദിച്ചത്, നിങ്ങളെ പോലുള്ളവർ ചോദിച്ചത് ഇത് ആരോപണങ്ങളുമാണ് എന്ന് ചോദിച്ചു. പരാതിയില്ല എന്ന് ചോദിച്ചു. പരാതി വന്നു, കേസ് വരുന്നു, അതിൽ തന്നെ ഗുരുതരമായ കേസുകൾ വരുന്നു. അവിടെയാണ് മഞ്ജുഷ് ഒരു കാര്യം കേൾക്കണം. ഇതൊന്നും വെളിപ്പെടുത്തലല്ല, വെറും പെടുത്തലാണ്. ഇതൊന്നും വെളിപ്പെടുത്തലല്ല, വെറും പെടുത്തലാണ്. ആരെങ്കിലും ഒക്കെ കേസിൽ പെടുത്താനുള്ള ചിലരുടെ തന്ത്രങ്ങൾ. അതുകൊണ്ട് ഇതിനെ അലിഗേഷൻസ് ആയിട്ട് എടുക്കണം. ആ അലിഗേഷൻസ് ശരിയാകാം, തെറ്റാകാം. ശരിയാണെങ്കിൽ പോലീസ് കേസ്. താങ്കൾ എല്ലാം പെടുത്തലുകളാണെന്നാണ് പറയുന്നത്. ശിവാനി അതിനോട് യോജിപ്പിക്കുന്നുണ്ടോ? പെടുത്തലുകളാണ് എന്നാണ് രാഹുൽ പറയുന്നത്. ചിലതൊക്കെ അല്ല, താങ്കൾ ചിലതൊക്കെ എന്നല്ല, വെളിപ്പെടുത്തലല്ല പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും താങ്കൾ ആ രീതിയിലാണ് കാണുന്നത്. അല്ല, ചിലതൊക്കെ ചിലത് ജെനുവിനായിരിക്കാം. 100% എന്താ പറയാ, ഈ പറഞ്ഞതെല്ലാം ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്ന്. കുറച്ച് പേര് ഫേക്ക് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാര്യം. ഇന്നൊന്ന് പറയുന്നു, നാളെ വേറൊന്ന് പറയുന്നു, മറ്റന്നാൾ വേറൊന്ന് പറയുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ നമ്മളിത് എന്താ പറയാ, ഇതിനൊരു വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം അവരെ കുറ്റക്കാരാക്കാം. ഇപ്പൊ അവര് കുറ്റാരോപിതൻ മാത്രമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അല്ലല്ല ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. അവിടെയാണ് ജോസ് തോമസ് സാർ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം. എനിക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെങ്കിലും ഒരു ആരോപണം വന്നു, അതിന്റെ പേര് ഞാൻ രാജിവെക്കുകയോ ബാക്കി കാര്യങ്ങളോ ചെയ്താൽ എന്റെ എത്ര വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്? അപ്പൊ ഒരു പരാതി വന്നതുകൊണ്ട് ഒരാൾ മോശക്കാരനാവൂ? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാർ മോശക്കാരനല്ലേ? ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? നമുക്ക് എല്ലാം അറിയാറുണ്ട് വ്യാജ പരാതിയാണെന്ന്. എന്നിട്ടും ആ പാവം മനുഷ്യനെ, അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും മകനെയും ഒക്കെ എത്ര വർഷം വേട്ടയാടി? ആ വേട്ടയാടലിനെയും ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കണോ? അവിടെയാണ് ചാണ്ടി സാർ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പറയുമായിരുന്നു, എന്നെ വേട്ടയാടിയ പോലെ ആരെയും വേട്ടയാടരുത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ആരോപണങ്ങളായി കാണണം. ഇതാണ് ശ്രീ സുരേഷ് ഗോപി പറയുന്നത്, ഇതാണ് ശ്രീ മുകേഷ് പറയുന്നത്. ഈ മര്യാദ നമ്മൾ കാണിക്കണം. കാര്യം ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ പരിചയക്കാരോ നമ്മുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ഒക്കെ അല്ലേ? ഇവരെ എല്ലാം കരിവാരി തേച്ച് അടച്ചാക്ഷേപിച്ച് കാക്കക്കൂട്ടിൽ കല്ലെറിയുന്ന പോലെ മോശമാക്കിയിട്ട് ഞങ്ങൾ പുണ്യാളരാണ്, ഞങ്ങൾ ഭയങ്കര പുരോഗമനവാദികളും പുണ്യാളന്മാരുമാണ്, ബാക്കിയുള്ളവർ മോശക്കാരാണെന്നും ചിത്രീകരിക്കരുത്. അവിടെയാണ് ഒരു സെൻസ് ഓഫ് ബാലൻസ്, ഒരു സന്തുലനം ഉണ്ടാകണം. ആ സന്തുലനത്തിലാണ് പോകേണ്ടത്. പൃഥ്വിരാജ് അടക്കം ആ സന്തുലനം പാലിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പൃഥ്വിരാജ് അടക്കം വളരെ ശക്തമായിട്ട് ആ സന്തുലനം പാലിച്ചു. അത് മാധ്യമങ്ങളും കൂടെ പാലിക്കണമെന്നുള്ളതാണ്. പൃഥ്വിരാജ് ആ സന്തുലനത്തിന്റെ കാര്യം താങ്കൾ പൃഥ്വിരാജിന്റെ മേലേക്ക് പറയരുത്. പൃഥ്വിരാജ് ഈ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന് പോലും പറഞ്ഞയാളാണ്.
ആണല്ലോ, അതുകൊണ്ടാണല്ലോ അന്നയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടായത്. താങ്കൾ അതിനെ ട്വിസ്റ്റ് ചെയ്യേണ്ട രാഹുൽ. ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്നാണ് താങ്കളുടെ പോയിന്റ് എന്ന് പറയുന്നത്. അല്ല, ആരോപണ വിധേയരായവർ അല്ല കുറ്റക്കാരാണോ എന്ന് കാണട്ടെ എന്നിട്ട് മാറി നിൽക്കാമെന്ന്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് രാഹുൽ. ഈ ആരോപണ വിധേയരായ ആളുകൾ ഇരിക്കുന്നത് വലിയ പദവികളിലാണ്. ഉദാഹരണത്തിന് മുകേഷ്, അദ്ദേഹം MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് സർക്കാരിന്റെ പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് ഒരു വലിയ പാർട്ടിയുടെ പിന്തുണയുണ്ട്. അപ്പോൾ അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് നേരിടാൻ കഴിയും. താങ്കൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നേരിടാൻ കഴിയും. മാറി നിൽക്കും. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ അദ്ദേഹം മാറി നിന്നു. ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ വന്നിട്ട് അദ്ദേഹം മാറി നിന്നു. മാറി നിന്ന് തന്നെ നേരിടണമെന്നാണ് രാഹുൽ. അല്ല, താങ്കൾ പറഞ്ഞ പോലെ അല്ല, ഇവരെല്ലാം അധികാരം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണ്. കേസുണ്ടെന്ന് പറയട്ടെ, ഒരു വരിയിൽ പറഞ്ഞു നിർത്താം. അധികാരം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. പറയട്ടെ സർ, കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും ഒരു കേസുണ്ടെന്ന് പറയട്ടെ. ശ്രീ രഞ്ജൻ ഗൊഗോയ് എന്ന ചീഫ് ജസ്റ്റിസ് ഒരു വരിയും ഞാൻ നിർത്താം. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എന്റെ ജീവിതത്തിലെ എന്റെ ഏക സമ്പാദ്യം എന്റെ അന്തസ്സാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചത് എന്റെ ബഹുമാനവും അന്തസ്സും മാത്രമാണ്. എന്റെ കുടുംബത്തിന്റെയും എന്റെയും ബഹുമാനം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ടോപ്പ് വരുന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇതേ മാന്യതയും ബഹുമാനവും നമ്മുടെ സിനിമാ രംഗത്തുള്ളവർക്കില്ലേ? ശ്രീ സിദ്ദിഖിനില്ലേ? ശ്രീ രഞ്ജിത്തിനില്ലേ? അല്ലെങ്കിൽ ശ്രീ ബാബുരാജിനില്ലേ? അതുകൊണ്ട് കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കുറ്റക്കാരനാണെന്ന് പറയുന്നത് രാഹുൽ എല്ലാവരുടെയും